മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ഭൂമിദേവിയുടെയും കഥകൾ പുരാണങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മഹാവിഷ്ണു ത്രിമൂർത്തികളിൽ സംരക്ഷകന്റെ രൂപമാണ്. മഹാലക്ഷ്മി വിഷ്ണുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്നാണ് വിശ്വാസം. വിഷ്ണുവിന്റെ ശക്തിയുടെ പ്രതീകമായി മഹാലക്ഷ്മിയെ കണക്കാക്കുന്നു. കൂടാതെ മഹാലക്ഷ്മി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവിയാണ്. അതുപോലെ ഭൂമിദേവിയെ ഭൂമിയുടെ മാതാവായി ആരാധിക്കുന്നു. കൃഷിയും വിളവുമെല്ലാം ഭൂമിദേവിയുടെ അനുഗ്രഹമാണെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരത്തിലും മഹാലക്ഷ്മിയും ഭൂമിദേവിയും ഒപ്പമുണ്ടായിരുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ഭാര്യമാരായി രുക്മിണിയും സത്യഭാമയും അവതരിച്ചു. രുക്മിണി മഹാലക്ഷ്മിയുടെ അവതാരവും സത്യഭാമ ഭൂമിദേവിയുടെ അവതാരവുമാണ്. മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹം പാലാഴി മദന സമയത്താണ് നടക്കുന്നത്. ദേവന്മാരും അസുരന്മാരും അമൃതനായി പാലാഴി മദനം ചെയ്തപ്പോൾ അതിൽ നിന്നും മഹാലക്ഷ്മി ഉയർന്നു വന്നു. മഹാലക്ഷ്മിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ മഹാവിഷ്ണു ദേവിയെ വിവാഹം ചെയ്തു. ഭൂമിദേവിയെ കുറിച്ച് പല കഥകളുണ്ട്. അതിലൊന്ന് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കടലിനടിയിൽ ഒളിപ്പിച്ചു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു വരാഹരൂപം ധരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ രക്ഷിച്ചു. അതിനുശേഷം വരാഹൻ ഭൂമിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു രൂപമാണ് ഭൂമിദേവി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ നാരായണായ.